സൈഫു, അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഈ ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസ് എന്നറിയപ്പെടുന്ന 8 യൂണിവേഴ്സിറ്റികളുണ്ട്. ലോകത്തെ ഏറ്റവും മോസ്റ്റ് സോട്ട് ആഫ്റ്റർ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന എലീറ്റ് യൂണിവേഴ്സിറ്റീസാണ്. ആ ഐവി ലീഗിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഹാർവാർഡിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് 389 വർഷത്തെ പാരമ്പര്യമുണ്ട്. എന്താണ് ദ അബ്സല്യൂട്ട് എലീറ്റ് ആംബിഷൻ, സെൻറ്റർ ഓഫ് അബ്സല്യൂട്ട് എലീറ്റ് ആംബിഷൻ എന്നാണ് പറയുക. ഏറ്റവും എലീറ്റ് യൂണിവേഴ്സിറ്റി, ലോകത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ആദ്യത്തേതായിട്ട് എണ്ണപ്പെടുന്ന യൂണിവേഴ്സിറ്റികളൊന്നാണ്. 389 വർഷത്തെ പഴക്കമാണ്. 162 നൊബേൽ ല്യൂറേറ്റ്സ് നൊബേൽ സമ്മാനിതർ ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. 162 നൊബേൽ സമ്മാനിതർ, 108 ഒളിമ്പിക് മെഡലിസ്റ്റുകൾ, 8 മുൻ അമേരിക്കൻ പ്രസിഡൻറ്റുമാർ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു ലെഗസി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സുക്കർബർഗ് എവിടെയാണ് പഠിച്ചത്? ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്ക് വരുന്നത് എങ്ങനെ ഓർമ്മ ഉണ്ടോ? ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അവിടുത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടാണ് ഫേസ്ബുക്ക് വരുന്നത്, മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ആർട്സിൻ്റെ ആണെങ്കിലും സയൻസിൻ്റെ ആണെങ്കിലും ലിറ്ററേച്ചറിൻ്റെ ആണെങ്കിലും ഏത് രംഗത്തും അസൂയാർഹമായിട്ടുള്ള, എന്താണ് അബ്സല്യൂട്ട് അംബിഷൻ, ഡെസ്റ്റിനേഷൻ ഓഫ് അബ്സല്യൂട്ട് എലീറ്റ് അംബിഷൻ എന്ന് പറയുന്നത് ഒരു എലീറ്റ് സ്വപ്നഭൂമിയാണ് ഹാർവാർഡ്. ബാക്കി യൂണിവേഴ്സിറ്റി തന്നെ കോർണലാവട്ടെ, ഡാറ്റ്മത്ത് ആവട്ടെ, കൊളംബിയ യൂണിവേഴ്സിറ്റി, പെൻസിൽവാനിയ, ബ്രൗൺ യൂണിവേഴ്സിറ്റി, പ്രിൻസ്റ്റൺ, ഇതാണല്ലോ ഐവി ലീഗിൽ പെടുന്ന 8 യൂണിവേഴ്സിറ്റികൾ. ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഒക്ടോബർ 7 ശേഷം ഉണ്ടായിട്ടുള്ള ഗസ ഓൺസ്ലോട്ട്, ഇസ്രായേലിൻ്റെ ഗസ വംശഹത്യക്കെതിരെ അതിഗംഭീരമായുള്ള സമരങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, സൈഫ് പറഞ്ഞ ഏതാണ്ട് എല്ലാ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളും ഉണ്ടായിട്ടുണ്ട്, MIT ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അതിൽ കൊളംബിയ യൂണിവേഴ്സിറ്റി, ഹാർവാർഡ്, അവിടെയൊക്കെ എൻകാമ്പ്മെൻറ്റ് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായി. പിള്ളേർ സ്കൂളിൽ തന്നെ, കോളേജിൽ നിന്ന് രാത്രി അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നു, അവിടെ തന്നെ താമസിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ അതേക്കുറിച്ച് ഈ ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് തന്നെ ഇദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്, ഡൊണാൾഡ് ട്രംപ് പ്രസംഗിക്കുന്നുണ്ട്. പറയുന്നത് വെച്ചാൽ ആൻറ്റി അമേരിക്കൻ എന്നാണ്. ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ഹമാസ് ഡൻ ആയി മാറി എന്നാണ് പറയുന്നത്. ഹമാസിൻ്റെ കൂടുകളായി മാറി. ഹമാസ്താൻ, അവിടുത്തെ റിപ്പബ്ലിക്കൻ ക്യാമ്പയിനേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സംഗതിയാണ്. യൂണിവേഴ്സിറ്റികൾ ഹമാസ്താൻ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അവന്മാർക്കൊക്കെ ഞാൻ പണിയെടുക്കും. സർവ്വ ഹമാസുകളെ ഞാൻ തിരിച്ചയക്കുന്ന ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഹമാസുകളെ തിരിച്ചയക്കുമെന്ന് പറഞ്ഞാൽ ഈ പ്രതിഷേധിക്കുന്ന പിള്ളേരെ തിരിച്ചയക്കുന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഡിസ്റപ്ഷൻ ഉണ്ടായിട്ടുണ്ട്, അതിഭയങ്കരമായ ഡിസ്റപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതാണ്. അമേരിക്ക, ഇദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കിയ മാഗയാണല്ലോ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൻ. മാഗ റിപ്പബ്ലിക്കൻസാണ് ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്നത്. അമേരിക്ക ഗ്രേറ്റാണ്, അതിലൊരു സംശയമില്ല. അമേരിക്ക ഗ്രേറ്റാണ്. നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിൻ്റെ ഒരു റെഫറൻസായിട്ട് അമേരിക്കയാണല്ലോ എല്ലാവരും. അമേരിക്കയെ എതിർക്കുന്നവരാണെങ്കിൽ പോലും ഇപ്പോൾ സൈക്കോളജിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ, ഒരു മനോരോഗത്തിൻ്റെ പ്രോട്ടോക്കോൾ, അമേരിക്കൻ സൈക്കാട്രിക് സൊസൈറ്റി എന്താ അതേക്കുറിച്ച് പറഞ്ഞതെന്നാണ് നോക്കുന്നത്. ആ ടെക്നോളജി ആവട്ടെ, മെഡിസിൻ ആവട്ടെ, എന്തോ ആവട്ടെ, ഒരു റെഫറൻസ്. ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മുടെ കയ്യിൽ കിടക്കുന്ന 100 രൂപയുടെ വാല്യൂ നമ്മൾ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ആസ് എഗൻസ്റ്റ് ഡോളർ, അല്ലേ? ഡോളറിന് എതിരെ ഡോളറുമായിട്ട് തട്ടിച്ചു അതിൻ്റെ വാല്യൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈസ് ഗ്രേറ്റ്. അമേരിക്ക ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യാവകാശം, ഫ്രീഡം, അതെ, എല്ലാ കാര്യങ്ങളും. ലിറ്ററേച്ചർ നോക്കൂ, നമ്മൾ ലോകത്തെ ഏതെങ്കിലും രാജ്യങ്ങളിൽ സിനിമ അവാർഡ് കൊടുക്കുമ്പോൾ നമ്മൾ ലൈവ് കൊടുക്കാറുണ്ടോ? സൈഫ് എത്ര ഓസ്കാർ അവാർഡ് ലൈവ് കൊടുത്തിട്ടുണ്ടോ? ഒന്ന് രാവിലെ വന്നിട്ട് നമ്മുടെ സമയം 5 മണിക്ക് മറ്റോ തുടങ്ങുന്നത്. അമേരിക്കയിലൊരു അക്കാഡമി കൊടുക്കുന്ന അവാർഡല്ലേ, പക്ഷേ അത് ലോകം മൊത്തം ലൈവ് ബ്രോഡ്കാസ്റ്റ് കൊടുക്കുന്നു. ഓസ്കാർ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ. അമേരിക്കയിലൊരു അക്കാഡമി കൊടുക്കുന്ന അവാർഡാണത്. അപ്പോൾ അതൊരു റെഫറൻസ് ആയിട്ട് നിൽക്കുന്നത്. നാസ ഏത് ഇതാവട്ടെ, അത് സയൻസിലും ലിറ്ററേച്ചറിലും സിനിമയിലും ഹ്യൂമൻ റൈറ്റ്സിലും പൊളിറ്റിക്സിലും ഫിലോസഫിയിലും. ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ നാടാണ് അമേരിക്ക എന്നതുപോലെ തന്നെ നമ്മൾ നോം ചോംസ്കിയുടെയും നാടാണത്, മനസ്സിലായില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്ക അങ്ങനെ ഗ്രേറ്റ് ആയത്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോളിൽ വന്നത്? ലീഡർഷിപ്പ് റോളിൽ വരുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ചുരുക്കി ഹാർഡ് പവറും സോഫ്റ്റ് പവറും. ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ജനത അവർ ഹാർഡ് പവറിലും സോഫ്റ്റ് പവറിലും എപ്പോഴാണോ മേലെ നിൽക്കുന്നത്, നേതൃസ്ഥാനത്ത് നിൽക്കുന്നത്, അപ്പോഴാണ് അവർ ലോകത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുക. അപ്പോൾ ഹാർഡ് പവറിൻ്റെ കാര്യം നമുക്കറിയാം. ബോംബുകളാട്ടെ, മിസൈലുകളാട്ടെ, യുദ്ധക്കപ്പൽ, വിമാനങ്ങൾ, എന്തോ ആട്ടെ, അതിനകത്ത് നമ്പർ 1 അവരാണ്. സോഫ്റ്റ് പവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ. അക്കാഡമി ആകട്ടെ, അവാർഡ്സ് ആകട്ടെ, ലിറ്ററേച്ചർ ആകട്ടെ, ഫിലിം ആകട്ടെ, യൂണിവേഴ്സിറ്റീസ്, അതിൽ അക്കാഡമിക്സ്, യൂണിവേഴ്സിറ്റീസ്, റീസെർച്ച്, ഇതെല്ലാം അതിൽ വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ സൈഫ്, വാഴക്കാട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്താണ് ആഗ്രഹിക്കുന്നത്?
എനിക്കൊരു ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കിട്ടണമെന്നാണ്. ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന സ്കോളർഷിപ്പാണ്. അമേരിക്കയിലുള്ള സ്കോളർഷിപ്പാണ്. അല്ലെങ്കിൽ എനിക്ക് ഫോർഡ് ഫൗണ്ടേഷൻ്റെ ഒരു ഫെലോഷിപ്പ് കിട്ടാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഹാർവാർഡിൽ പഠിക്കാൻ പറ്റണം, കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റണം, ഇങ്ങനെയൊക്കെ ആലോചിക്കാം. അപ്പം അമേരിക്കയെ ലോകത്ത് ഗ്രേറ്റ് ആക്കുന്നതിൽ പങ്കുവഹിച്ച നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾ, സ്ഥാപനങ്ങൾ, അതിൽപ്പെട്ടതാണ് ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസ്. എന്തുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ എൻ്റെ മകൻ, എൻ്റെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നു? അവിടെ ഹാർവാർഡുണ്ട്, അവിടെ കൊളംബിയ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ പ്രിൻസ്റ്റൺ ഉണ്ട്, അവിടെ ഡാർട്ട്മത്ത് ഉണ്ട്, കോർണലുണ്ട്, ബ്രൗൺ ഉണ്ട്, MIT ഉണ്ട്. അത് ഇദ്ദേഹം എന്താ പറയണേ? ഫോറിൻ വിസ എല്ലാം ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നോക്കുക, എന്താണ് ഇതിൻ്റെ അട്രാക്ഷൻ? ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള സിദ്ധിയും ശേഷിയുമാണ് ഈ യൂണിവേഴ്സിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ. ഇദ്ദേഹം എന്താ പറയണേ? ഫോറിൻ വിസയൊക്കെ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ഈ യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ ഇത്ര മികച്ചായി നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? ഇതൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണോ? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നല്ല കാശ് കൊടുത്ത് പഠിക്കണം. അവിടെ നമ്മൾ വിചാരിക്കുക ഈ എൻട്രൻസും ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ വിചാരിക്കാം. നല്ല കാശ് കൊടുക്കണം. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോഴും അതിന് വലിയ തോതിലുള്ള സർക്കാർ ഗ്രാൻറ്റുകളുണ്ട്, ഫെഡറൽ ഗ്രാൻറ്റുകളുണ്ട്, പിന്നെ ടാക്സ് എക്സംഷൻസ് ഉണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ഫീസ് സ്ട്രക്ചറിൽ പഠിപ്പിക്കാൻ പറ്റുന്നത്. എന്തിനാണ് ഫെഡറൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് പോകുന്നത്, ഈ ടാക്സ് എക്സംഷൻ കൊടുക്കുന്നത്? അവിടെ നടക്കുന്ന റിസർച്ചുകളുണ്ടല്ലോ, അവിടെ നടക്കുന്ന റിസർച്ചുകൾ അവരുടെ രാജ്യത്തിനാണ് അതിന് ഗുണം ലഭിക്കുന്നത്. അമേരിക്കയുടെ സോഫ്റ്റ് പവറിനെയാണ് അത് ശക്തിപ്പെടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഗ്രേറ്റ് ആയതിൻ്റെ കാരണങ്ങളിൽ പല കാരണങ്ങളിലൊന്ന് ഇത്തരം അക്കാഡമിക് സെൻറ്റേഴ്സ് കൂടെയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഫോറിൻ വിസ കൊടുക്കത്തില്ല, അവിടെ അങ്ങനെയൊന്നും പ്രവർത്തിക്കേണ്ട, അവിടുത്തെ ഒരു അക്കാഡമിക് ഫ്രീഡം അതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ഞങ്ങളിതേ ഗ്രാൻഡ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. ഗ്രാൻഡ് ഓൾറെഡി ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. ടാക്സ് എക്സെപ്ഷനെ കുറിച്ച് പിന്നെ അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പ്രാഥമിക കൺസൾട്ടേഷൻ തുടങ്ങി. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വിദേശ വിദ്യാർത്ഥികളുടെയും അവരുടെ വിസയുടെയൊക്കെ കണക്കുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്താ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ഹമാസ്. പിള്ളേർ ഹമാസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അമേരിക്കൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അവരുടെ രാഷ്ട്ര നേതൃത്വം, ഡെമോക്രാറ്റ് ആവട്ടെ റിപ്പബ്ലിക്കൻ ആകട്ടെ, അന്ധമായി ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഈ ജിനോസൈഡൽ മനുഷ്യ സമുദായം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്രൂര പദ്ധതിക്ക് സർവ്വ പിന്തുണയും കൊടുക്കുകയാണ്. അതേസമയം അവരുടെ രാജ്യത്തെ ഏറ്റവും എലീറ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും എലീറ്റായിട്ടുള്ള സ്ഥാപനങ്ങൾ, ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, അവർക്കത് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ നേതാക്കൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്കത് മനസ്സിലാകുന്നില്ല. അവരതിനെ ചോദ്യം ചെയ്യുന്നു, അതിനെതിരെ സംസാരിക്കുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഹാൾ പിടിച്ചടക്കിയിട്ട് ആ ഹാളിൻ്റെ പേര് മാറ്റുകയാണ്. റജബ് ഹിന്ദ് ഫൗണ്ടേഷൻ. ഒരു 7 വയസ്സായ കുഞ്ഞുണ്ട്, റഫേൽ, കൊല്ലപ്പെട്ട ഈ പറയുന്ന ഈ ഏതാണ്ട് 14 മണിക്കൂറോളം ഉപരോധിച്ച് നിർത്തിയിട്ട് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു ഇസ്രായേൽ. ആ കുഞ്ഞിൻ്റെ പേരിലാണ് റജബ് ഹിന്ദ് ഹാൾ ഉണ്ടാക്കുന്നത് അവർ കൊളംബിയ യൂണിവേഴ്സിറ്റി. അത് നമ്മൾ ഈ അമേരിക്കയിലെ സർവ്വ ലെഗസി മീഡിയയും ഹമാസിനെ ഭീകരപ്രസ്ഥാനമായിട്ട് വ്യാപകമായിട്ട് പ്രചാരണം നടത്തുകയും ഇസ്രായേലിൻ്റെ ഈ പ്രോജക്റ്റിന്, ഈ ജിനോസൈഡിന് സർവ്വ പിന്തുണയും കൊടുക്കുമ്പോഴും അമേരിക്കയിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള പുതുതലമുറ, അതിലെ തന്നെ ഏറ്റവും ഇൻ്റലിജൻറ്റ് ക്രീം എന്ന് പറയുന്ന ആളുകൾ, അവരിതിനെതിരെ നിൽക്കുന്നു, ഇതിനെതിരെ സംസാരിക്കുന്നത്ര അവരെന്തോരം പ്രയാസം സഹിക്കുന്നുണ്ടറിയാം. അവരുടെ സെമസ്റ്റർ കട്ടാവുന്നു, എക്സാം ബാർ ചെയ്യുന്നു, പലരെയും ഡീപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ആയിട്ടും ഇത്രയും ധീരമായി ഇങ്ങനൊരു സമരമുഖത്ത് അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് വലിയ സംഭവമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, സ്വർഗത്തിൽ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വർഗസ്ഥാനങ്ങളിലാണ് നിങ്ങൾ ആർക്ക് എനിമി, മഹാഭീകര പ്രസ്ഥാനം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ വന്നടിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഗതികേടാണ്. ഇത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ഗതികേടല്ലേ? ഹമാസ് ഒരു ലോകത്തെ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനമാണെന്ന് ഒരു പറഞ്ഞുകൊണ്ടിരിക്കുക. അതേ വാഗോണ്ട് തന്നെ പറയുകയാണ് നമ്മുടെ കൊളംബിയ യൂണിവേഴ്സിറ്റിയും ഹാർവാർഡൊക്കെ ഹമാസിൻ്റെ കൂടുകളായി മാറിയിരിക്കുന്നു എന്ന് പറയും. ദൗർബല്യമാണ്, അമേരിക്കയുടെ ദൗർബല്യമാണത്. ഞാൻ അവിടുത്തെ നടന്നിട്ടുള്ള നിരവധി സർവേകൾ, അവിടുത്തെ യങ്സ്റ്റേഴ്സ്, ജെൻസി, അവർ ഇസ്രായേലിൻ്റെ ഒപ്പമില്ല, ഫലസ്തീനൊപ്പമാണെന്ന് കാണിക്കുന്ന നിരവധി സർവേ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അമേരിക്കയിലെ പുതിയ തലമുറ ഈ പറയുന്ന ഇവരുടെ
സാമ്രാജ്യത്വ പദ്ധതികൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ശബ്ദമായി ഒരു പ്രസ്ഥാനമായി രൂപപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എടുത്തിരിക്കുന്ന പൊസിഷൻ ഞങ്ങൾ കീഴടങ്ങാൻ പോകുന്നില്ല. എന്താണ് ട്രൂത്ത് എന്നുള്ളതാണ് ഞങ്ങളുടെ മോട്ടോ. യൂണിവേഴ്സിറ്റിയുടെ മോട്ടോ ട്രൂത്താണ്. ട്രൂത്തിന് വേണ്ടി നിൽക്കുക, അതിലപ്പുറം ഒന്നുമില്ല എന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്.